നമസ്കാരം. മേഘാലയയിൽ ഹണിമൂൺ യാത്രയ്ക്കിടെ നവവരൻ കൊല്ലപ്പെട്ട സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. ഇൻഡോർ സ്വദേശിയായ രാജ രഘുവംശിയാണ് കൊല്ലപ്പെട്ടത്. യുവാവിന്റെ ഭാര്യ സോനവും കാമുകൻ രാജ് കുശ്വാഹയും ചേർന്ന് 3 വാടക കൊലയാളികളെ ഏർപ്പെടുത്തിയാണ് കൃത്യം നടത്തിയത്. സോനത്തിനും കാമുകനും പറ്റിയ ചെറിയൊരു പിഴവാണ് കേസിൽ വഴിത്തിരിവായത്. കൊലയാളികളിൽ ഒരാൾ സോനത്തെ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു, അതും മേഘാലയയിൽ സോനത്തെ കാണാതായ സ്ഥലത്ത് വെച്ച്. ഇത് മനസ്സിലായതോടെ സോനം തന്നെയാണ് കൊലയ്ക്ക് പിന്നിലെന്ന് പോലീസ് ഉറപ്പിക്കുകയായിരുന്നു. യുവാവിന്റെ മൃതദേഹം കണ്ടെത്തിയതോടെ തുടക്കം മുതലേ പോലീസിന് സോനം രഘുവംശിയെ സംശയമുണ്ടായിരുന്നു. ഇതിനിടെ യുവതി കൊലയാളികളായ 3 പേരുമായി സംസാരിക്കുന്നതിന്റെ ചില CCTV ദൃശ്യങ്ങളും പോലീസിന് ലഭിച്ചു. കൊലപാതകം നടന്ന സ്ഥലത്ത് നിന്ന് 10 കിലോമീറ്റർ അകലെയുള്ള സ്ഥലത്ത് വെച്ചാണ് സോനവും വാടക കൊലയാളികളും പരസ്പരം സംസാരിച്ചു നിൽക്കുന്ന ദൃശ്യങ്ങൾ പോലീസിന് കിട്ടിയത്. പിന്നാലെ സോനത്തിന്റെ മൊബൈൽ ഫോൺ വിവരങ്ങൾ പരിശോധിച്ചതോടെ രാജ് കുശ്വാഹ എന്നയാളുമായി യുവതി അടുപ്പത്തിലാണെന്ന വിവരവും സ്ഥിരീകരിച്ചു. ഇതോടെയാണ് സോനം രഘുവംശിയെ പിടികൂടാനായി ഓപ്പറേഷൻ ഹണിമൂൺ എന്ന പേരിൽ ജൂൺ 7-ാം തീയതി മുതൽ മേഘാലയ പോലീസ് വിപുലമായ അന്വേഷണം ആരംഭിച്ചത്. രാജ രഘുവംശിയെ കൊലപ്പെടുത്തിയ കേസിൽ ഭാര്യ സോനം, കാമുകൻ രാജ് കുശ്വാഹ എന്നിവരുൾപ്പെടെ 5 പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. രാജ രഘുവംശിയെ മേഘാലയയിലെ ഹണിമൂണിനിടെ കൊലപ്പെടുത്തിയത് ഭാര്യയുടെ കൺമുന്നിൽ വെച്ചാണെന്നാണ് പോലീസ് പറയുന്നത്. വാടക കൊലയാളികൾ രാജ രഘുവംശിയെ ആക്രമിക്കുമ്പോൾ ഭാര്യയും കൊലക്കേസിലെ മുഖ്യപ്രതിയുമായ സോനം കൊലയാളികൾക്കുള്ള നിർദ്ദേശങ്ങൾ നൽകിയിരുന്നതായും അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞു. മേഘാലയയിൽ ഹണിമൂൺ ആഘോഷിക്കുന്നതിനിടയിലാണ് രാജ രഘുവംശിയെയും ഭാര്യ സോനത്തെയും മെയ് 23 മുതൽ കാണാതായത്. തുടർന്ന് ഇവർ സഞ്ചരിച്ചിരുന്ന ഇരുചക്രവാഹനം ഒരിടത്ത് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. പിന്നാലെ ദിവസങ്ങൾ നീണ്ട തിരച്ചിലിനൊടുവിൽ ജൂൺ 2-ാം തീയതി ഈസ്റ്റ് കാസി ഹിൽസിലെ മലയിടുക്കിൽ നിന്നാണ് രാജ രഘുവംശിയുടെ മൃതദേഹം കണ്ടെടുക്കുന്നത്. എന്നാൽ സോനത്തിനെ അപ്പോഴും കണ്ടെത്താനായിരുന്നില്ല. പ്രാഥമിക പരിശോധനയിൽ തന്നെ രാജ രഘുവംശിയുടേത് കൊലപാതകമാണെന്ന നിഗമനത്തിൽ പോലീസ് എത്തിയിരുന്നു. സംഭവ സ്ഥലത്ത് നിന്ന് ലഭിച്ച വടിവാളും റെയിൻകോട്ടും മൊബൈൽ സ്ക്രീനിന്റെ ഭാഗവും അന്വേഷണത്തിൽ നിർണായകമായി. ഇതിനിടെ 3 പേർ ദമ്പതിമാരെ പിന്തുടരുന്നത് കണ്ടതായ ടൂറിസ്റ്റ് ഗൈഡ് നൽകിയ മൊഴിയും നിർണായകമായി. സോനം രഘുവംശിയും കാമുകനായ രാജ് കുശ്വാഹയും ചേർന്നായിരുന്നു യുവാവിനെ കൊലപ്പെടുത്താനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്തത്. ഇവരുടെ പദ്ധതി അനുസരിച്ചാണ് സോനം മേഘാലയയിലേക്ക് ഹണിമൂൺ യാത്രയും സംഘടിപ്പിച്ചത്. ഇവിടെ എത്തിയത് മുതൽ കാമുകന് ഫോണിലൂടെ കൃത്യമായ വിവരങ്ങൾ യുവതി കൈമാറിയിരുന്നു. ലൈവ് ലൊക്കേഷന് പോകുന്ന സ്ഥലങ്ങളുമെല്ലാം കാമുകന് ഫോണിലൂടെ അയച്ചു നൽകി. തുടർന്ന് ദമ്പതിമാരെ പിന്തുടർന്ന വാടക കൊലയാളികൾ മെയ് 23-നാണ് കൃത്യം നടത്തിയത്. കൊലയാളികൾ രാജ രഘുവംശിയെ വളഞ്ഞപ്പോൾ അടിക്കവനെ എന്ന് പറഞ്ഞ് സോനം ഇവർക്ക് നിർദ്ദേശങ്ങൾ നൽകിയിരുന്നതായിട്ടാണ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ വെളിപ്പെടുത്തൽ. തുടർന്ന് സോനത്തിന്റെ കൺമുന്നിൽ വെച്ചാണ് കൊലയാളി സംഘം രാജ രഘുവംശിയെ കൊലപ്പെടുത്തിയതെന്നും യാതൊരു കൂസലുമില്ലാതെ യുവതി ഇതെല്ലാം കണ്ടുനിന്നെന്നും പോലീസ് പറഞ്ഞു. കൊലപാതകം നടന്ന 2 ദിവസത്തിനു ശേഷം ഷിലോങ്ങിൽ നിന്ന് യുവതി ഇൻഡോറിലേക്ക് ട്രെയിനിലാണ് മടങ്ങിയത്. ഇൻഡോറിൽ വെച്ച് സോനുവും കാമുകനായ രാജ് കുശ്വാഹയും കണ്ടുമുട്ടി. ഇൻഡോറിലെ വാടക വീട്ടിൽ ഇരുവരും ഒരുമിച്ച് താമസിക്കുകയും ചെയ്തു. ഇതിനു പിന്നാലെയാണ് സോനം ഉത്തർപ്രദേശിലേക്ക് മുങ്ങിയത്. വാരാണസി വഴിയാണ് യുവതി ഉത്തർപ്രദേശിലെ ഗാസിപൂരിലെത്തിയതെന്ന് പോലീസ് പറഞ്ഞു. മെയ് 11-ന് വിവാഹിതരായ ദമ്പതികൾ ഹണിമൂണിനായി മെയ് 20-നായിരുന്നു മേഘാലയയിലെത്തിയത്. അടുത്ത ദിവസം മെയ് 22-ന് ദമ്പതികൾ സൊഹ്റയിലേക്ക് പോകാൻ ഒരു സ്കൂട്ടർ വാടകയ്ക്കെടുത്തു. ഉച്ചകഴിഞ്ഞ് ഇരുവരുമായി ബന്ധപ്പെടാനാകാതെ വന്നതോടെ കുടുംബത്തിന് ആശങ്കയുണ്ടായിരുന്നു. ദിവസങ്ങൾ നീണ്ട തിരച്ചിലിനൊടുവിൽ ജൂൺ 2-ന് ചിറാപുഞ്ചിക്ക് സമീപമുള്ള വനപ്രദേശത്തെ മലയിടുക്കിൽ രാജയുടെ മൃതദേഹം കണ്ടെത്തുന്നു. അഴുകിയ നിലയിലായിരുന്നു ഈ മൃതദേഹം. ദിവസങ്ങൾ നീണ്ട അന്വേഷണത്തിനൊടുവിലാണ് സോനത്തിനെതിരെ തെളിവ് ലഭിക്കുന്നതും അവർ ഉത്തർപ്രദേശ് പോലീസിൽ കീഴടങ്ങുന്നതും. കാണാതായ ദിവസം രാവിലെ സോനത്തെ 3 പുരുഷന്മാരോടൊപ്പം കണ്ടെന്നുള്ള ടൂറിസ്റ്റ് ഗൈഡിന്റെ മൊഴിയായിരുന്നു കേസിൽ വഴിത്തിരിവായത്. സോനത്തെ കൂടാതെ കാമുകനായ രാജ് കുശ്വാഹ, ആകാശ് രജ്പുത്, വിക്കി ആനന്ദ് എന്നിവരെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തു. സോനം രഘുവംശിയുടെ ഓഫീസ് അക്കൗണ്ടന്റാണ് രാജ്. അതേസമയം സോനം രഘുവംശിയുടെ കുടുംബത്തിനെതിരെ ഗുരുതര ആരോപണവുമായി കൊല്ലപ്പെട്ട രാജ രഘുവംശിയുടെ സഹോദരൻ വിപിൻ രംഗത്ത് വന്നു. കൊലപാതകത്തിൽ 5 പേർക്കെങ്കിലും പങ്കുണ്ടെന്നും വിപിൻ ആരോപിച്ചു. സോനത്തിന് മറ്റൊരാളുമായി ബന്ധമുണ്ടെന്ന കാര്യം അവരുടെ അമ്മ തങ്ങളിൽ നിന്ന് മറച്ചുവെക്കുകയായിരുന്നുവെന്നും സഹോദരൻ ആരോപിക്കുന്നു. കേസിൽ 5-ലധികം പ്രതികൾക്ക് പങ്കുണ്ട്. പോലീസിൽ കീഴടങ്ങാനായി സോനം ബസ്സിലാണ് എത്തിയത്. അവർക്കൊപ്പം മറ്റു 2 പേർ കൂടി ഉണ്ടായിരുന്നു. അവരെ എങ്ങനെയാണ് സോനത്തിന് പരിചയം? അവർ കീഴടങ്ങാൻ നിർബന്ധിതരാവുകയായിരുന്നു. പോലീസ് അന്വേഷണത്തിൽ വിശ്വാസമുണ്ടെന്നും സഹോദരൻ പ്രതികരിച്ചു.